വാർത്തയിലേക്ക് കോഴിക്കോട് സരോവരത്തിൽ കുഴിച്ചുമൂടിയ വെസ്റ്റ് ഹിൽ സ്വദേശി വിജിലിന്റേതെന്ന് കരുതുന്ന അസ്ഥി കണ്ടെത്തി. ചതുപ്പിൽ നടത്തിയ പരിശോധനയിലാണ് അസ്ഥി കണ്ടെത്തിയത്. മൃതദേഹം കെട്ടിത്താഴ്ത്തിയ കല്ലും കണ്ടെത്തിയിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട വിവരമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സരോവരത്തിൽ കുഴിച്ചുമൂടിയ വെസ്റ്റ് ഹിൽ സ്വദേശിയായ വിജിലിന്റേതെന്ന് കരുതുന്ന അസ്ഥിയാണ് ഇപ്പോൾ കണ്ടെത്തിയത്. ചതുപ്പിൽ നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിലൊരു നിർണായക വിവരം കിട്ടിയത്. മൃതദേഹം കെട്ടിത്താഴ്ത്തിയ കല്ലും കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നൽകാൻ MS അനീഷ് കുമാർ കോഴിക്കോട് നിന്ന് ചേരും. അനീഷ്, എന്തെല്ലാം വിവരങ്ങളാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്? തലയോട്ടി ഒഴികെയുള്ള മറ്റ് ശരീരഭാഗങ്ങളുടെ അല്ലെങ്കിൽ അസ്ഥി കഷ്ണങ്ങൾ ലഭിച്ചിരിക്കുന്നു എന്ന വിവരമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തന്നെ ഊർജിതമായ തെരച്ചിൽ ഈ മേഖലയിൽ നടത്തുകയാണ്. കഴിഞ്ഞ ദിവസം വിജിലിൻ്റെ എന്ന് കരുതുന്ന ഷൂസ് ലഭിച്ചിരുന്നു. ഈ ഷൂസ് ലഭിച്ചിടത്തു നിന്നും ഏതാനും മീറ്ററുകൾ മാറിയാണ് ഇപ്പോൾ അസ്ഥി കഷ്ണങ്ങൾ ലഭിച്ചിരിക്കുന്നത്. ഇത് വിജിലിൻ്റെ തന്നെ എന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. ഇത് വിശദമായ ശാസ്ത്രീയ പരിശോധനയ്ക്കും മറ്റും വിധേയമാക്കും. അതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി വരുന്നു. എന്തായാലും കേസിൽ ഏറ്റവും നിർണായകമായ ചുവടാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. സരോവരത്തിന് അടുത്തുള്ള ഈ ചതുപ്പ് മേഖലയിൽ വെച്ച് ഈ പതിവായി മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ശീലം ഈ പ്രതികളടക്കമുള്ളവർക്കും വിജിലിനും ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ഒരു ദിവസം ഈ അമിതമായ തോതിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചതിനെ തുടർന്ന് വിജില് ബോധരഹിതനായി നിലംപതിക്കുകയായിരുന്നു എന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത്. പക്ഷേ സാധാരണഗതിയിൽ ഇത്തരത്തിൽ കുറച്ച് മണിക്കൂറുകളൊക്കെ ഉറങ്ങിയാൽ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോകുന്ന ഒരു പതിവായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അങ്ങനെ ഉണ്ടായില്ല. തിരിച്ചു പിറ്റേ ദിവസം തങ്ങൾ സ്ഥലത്ത് വന്ന് നോക്കിയപ്പോൾ അവിടെ മരിച്ചു കിടക്കുന്ന വിജിലിനെ കാണുന്നു. പിന്നീട് ആളുകളോട് ഇത് പറഞ്ഞാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം ഭയന്നാണ് ചതുപ്പിൽ താഴ്ത്തിയത് എന്ന് സുഹൃത്തുക്കൾ പോലീസിന് മൊഴി നൽകിയിരുന്നു. ഈ ചതുപ്പിൽ താഴ്ത്തിയ ശേഷം പിന്നീട് വിജിലിൻ്റെ ബൈക്ക് കോഴിക്കോട് കല്ലായി റെയിൽവേ സ്റ്റേഷൻ സമീപമുള്ള കാട്ടിൽ ഉപേക്ഷിക്കുന്നു. ഇതിനുശേഷം മൊബൈൽ ഫോണുമൊക്കെ ഈ ബൈക്കിൽ വെച്ച് ഉപേക്ഷിക്കുന്നു. മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ എടുത്തപ്പോൾ ഏറ്റവും ഒടുവിൽ കണ്ടത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്താണ്. അതുകൊണ്ട് ട്രെയിൻ കയറി എവിടേക്കോ വിജിൽ പോയി എന്നാണ് പ്രതി നിഖിൽ അടക്കമുള്ളവർ കുടുംബത്തോടും ആദ്യഘട്ടത്തിൽ പോലീസും ഒക്കെ ചോദ്യം ചെയ്തപ്പോൾ ആവർത്തിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ പിന്നീടാണ് വളരെ നാടകീയമായി ഈ കേസിൽ ഒരു ചുരുൾ അഴിഞ്ഞത്. പോലീസ് ഈ കാണാതായ ആളുകൾക്ക് വേണ്ടിയുള്ള ലോങ് പെൻഡിങ് കേസുകളുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയപ്പോഴാണ് ഈ പ്രതികൾ 3 പേരും, അതായത് വിജിലിൻ്റെ സുഹൃത്തുക്കളായ 3 പ്രതികളും പിടിയിലായവർ ഒരേ രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് പോലീസിന് നൽകിയത്. ഒരു പുള്ളി പോലും മാറ്റമില്ലാതെ ഒരേ തരത്തിൽ എങ്ങനെ 3 പേരും ഒരുപോലെ മൊഴി നൽകുന്നു എന്ന സംശയം പോലീസിനുണ്ടാകുന്നു. പിന്നീട് പോലീസ് നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിൽ പ്രതികൾ കുറ്റം സമ്മതിക്കുകയായിരുന്നു. എന്തായാലും വളരെ നിർണായകമായൊരു തെരച്ചിലാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തന്നെ തെരച്ചിൽ പുരോഗമിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥരും ആ തെരച്ചിൽ ഫലം കണ്ടതിൻ്റെ ഒരു ഇതിലാണ്. ACP അടക്കമുള്ളവർ അല്ലെങ്കിൽ കമ്മീഷൻ അടക്കമുള്ളവർ ഒരുപക്ഷെ അല്പസമയത്തിനകം എത്തി മാധ്യമങ്ങളെ കാണും എന്നൊരു വിശദീകരണമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. നിലവിൽ തലയോട്ടി ഒഴികെയുള്ള മറ്റു ഭാഗങ്ങളെല്ലാം തെരച്ചിലിൽ കണ്ടെത്തിയിരിക്കുന്നു. അതിൽ ഒരു അസ്ഥി കഷ്ണം നേരത്തെ വരയ്ക്കലിൽ ഈ മരണാനന്തര കർമ്മങ്ങൾ ചെയ്യുന്നതിനായി ഈ സുഹൃത്തുക്കൾ തന്നെ കൊണ്ടുപോയി മരണാനന്തര കർമ്മങ്ങൾക്കായി ഉപയോഗിച്ചിരുന്നു. അവശേഷിക്കുന്ന എല്ലാ ശരീരഭാഗങ്ങളും ഈ മണ്ണിനടിയിൽ നിന്നും ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു എന്നാണ് പോലീസ് പറയുന്നത്. മഞ്ജുഷ്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്.